ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനെ ED സമൻസ് അയച്ച വിവാദമാണ് ഇപ്പോൾ കത്തി നിൽക്കുന്നത്. ഇങ്ങനെ കത്തിക്കാൻ ഓരോ വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിയിറങ്ങുന്നത് നന്നായിരിക്കും. കാരണം പല വിഷയങ്ങളും ഇതിൻ്റെ പേരിൽ മൂടപ്പെട്ടു പോകും എന്നുള്ളത് തന്നെയാണ്. ഇത് സംസാരിക്കേണ്ട വിഷയമാണോ? എന്നാൽ സംസാരിക്കേണ്ടതാണ്. ഷാഫിയുടെ മൂക്ക് തല്ലി തകർത്തത് സംസാരിക്കേണ്ട വിഷയമല്ലേ? അതും സംസാരിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഒന്ന് വരുമ്പോൾ മറ്റൊന്ന് വരികയും ആദ്യം വന്ന വാർത്തയെ മുക്കിക്കളയുകയും ചെയ്യുന്ന ഒരു പതിവ് രീതി ഇവിടെയും നടക്കുന്നുണ്ട്. ഷാഫി ഇടികൊണ്ടതും മൂക്ക് പഞ്ചറായതുമൊക്കെ വെറുതെ ആയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു എന്താ പറയുക അടക്കം പറച്ചിൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഷാഫിയുടെ മൂക്ക് തകർന്നത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് വിവേക് കിരൺ വരെ പോയിട്ട് വരാം. കാരണം ഈ ഒരു കേസിൽ ED വിളിപ്പിച്ച കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തെറ്റൊന്നും പറയാൻ പറ്റില്ല. പാർട്ടി എന്ന് പറയുന്നതും പിണറായി വിജയനാണ്. ഭരണകർത്താവ് അതായത് ഭരണ നേതൃത്വം വഹിക്കുന്നതും പിണറായി വിജയനാണ്. കേരളം എന്ന് പറഞ്ഞാലും പിണറായി വിജയനാണ്. ക്ഷമിക്കണം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രിക്ക് എന്തും തോന്നുംപടി ചെയ്യാനുള്ള ഒരു സാഹചര്യം അവിടെ കിടക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റ് സഖാക്കളുടെയൊക്കെ മക്കൾക്കോ അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് ജയ് വിളിക്കാൻ പുറകെ ഇറങ്ങുന്നവരുടെയൊക്കെ കാര്യമോ ആണോ എങ്കിൽ നമുക്കറിയാം എന്താകുമായിരുന്നു അവസ്ഥ എന്നുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ്, ഈ ഒരു ED സമൻസ് അയച്ച സാഹചര്യത്തിലായിരുന്നു പെട്ടെന്ന് തന്നെ ശിവശങ്കറിനെ ED ഒരു 3 ദിവസം നീണ്ട ചോദ്യം ചെയ്യൽ നടത്തിയതും പിന്നീട് ശിവശങ്കർ അറസ്റ്റിലാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ അവിടെ ED സമൻസ് അയച്ചിട്ട് പോലും ചോദ്യം ചെയ്യാനായിട്ട് ചെല്ലാതിരുന്നത് എന്നുള്ളത് ഒരു ചോദ്യമല്ലേ? അതിനുശേഷം ഉടനെ എന്ത് നടന്നു? ശിവശങ്കറിനെ അറസ്റ്റ് കൂടി നടന്നു. അപ്പോൾ ശിവശങ്കർ ആർക്കെങ്കിലും വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെ ഒരു രക്തസാക്ഷി ആവുകയാണോ ചെയ്തത് എന്നുള്ളത് അവിടെ ഒരു ചോദ്യമായി നിൽക്കുന്നുണ്ട്. ആ ഒരു ആശങ്ക അല്ലെങ്കിൽ ആ ഒരു സംശയം ആരെങ്കിലും ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ തെറ്റ് പറയാനായിട്ട് എന്തായാലും നമുക്ക് കഴിയില്ല. എന്തായാലും മകൾ വീണ വിജയനെതിരെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പ്ലൂറലാണ് കേട്ടോ, ഏജൻസികളുടെ അന്വേഷണ നീക്കത്തെക്കുറിച്ചും മുഖ്യമന്ത്രി കേരളത്തിലെ പാർട്ടി നേതൃയോഗങ്ങളിൽ ഒന്നും പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതൊക്കെ നമ്മ നോക്കിക്കോളാ പുള്ളെ എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഒരു ലൈൻ. അതൊക്കെ നീയൊക്കെ എന്തിനാണ് അറിയുന്നത്? എൻ്റെ കുടുംബത്തിൻ്റെ കാര്യമാണല്ലോ. കുടുംബത്തെ പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് പൊള്ളും. മറ്റുള്ളവരുടെ കുടുംബത്തെ എന്ത് നടന്നാലും മുഖ്യമന്ത്രിക്ക് യാതൊരു പ്രശ്നവുമില്ല. അവിടെ വെള്ളം കുടിച്ചാൽ എന്താ മരിച്ചാൽ എന്താ എന്നുള്ളതാണ് അവസ്ഥ. എന്തായാലും ഈ ഒരു സമൻസ് നൽകിയിട്ട് ഹാജരായില്ലെങ്കിൽ സാധാരണ 2 തവണ കൂടി സമൻസ് നൽകുകയാണ് EDയുടെ ഒരു രീതി. 3 സമൻസിലും ഹാജരായില്ലെങ്കിൽ വീട്ടിൽ റെയ്ഡ് നടത്തി അറസ്റ്റ് ചെയ്യുകയും ആകാം. അപ്പോൾ വിവേകിന്റെ കാര്യത്തിൽ ഈ പറയുന്ന യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അത്ഭുതം കൂറേണ്ടതില്ല. അത് കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനായതുകൊണ്ട് അതൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നേരിട്ടോ മറ്റാരെങ്കിലും വഴിയൊക്കെ സ്വന്തം ഭാഗം വാദിച്ച് വിശദീകരിച്ച് ക്രമക്കേടില്ലെന്ന് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഈ സമൻസിൽ നിന്ന് ഒഴിവാകാം. പക്ഷെ ഈ പറയുന്ന യാതൊരു കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ മകനായതുകൊണ്ട് വിവേക് കിരൺ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകളുള്ള സമൻസ് ED മരവിപ്പിച്ചെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയൊക്കെ. ഇനി പരിശോധന ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയുമില്ല. സമൻസ് നൽകിയിട്ടുള്ള PK ആനന്ദ് എന്ന് പറയുന്ന EDയുടെ ഉദ്യോഗസ്ഥനുണ്ട്. കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥനെ കൊച്ചി ആദായ നികുതി ഓഫീസിലേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെ ഒരു കാര്യം മാത്രം ഇതിനെ തുടർന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വരുന്നതിന് മുൻപ് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. അത് നമ്മുടെ സ്വപ്ന സുരേഷിൻ്റെ കാര്യമാണ്. ഈ ഒരു വാർത്ത വന്നപ്പോൾ സ്വപ്ന സുരേഷ് ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യം, അതായത് ഇതിലൊരു പ്രതികരണമായിട്ട് എത്തിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: മകനെയും മകളെയും ഒക്കെ ED നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്താൽ മതി, അങ്ങനെയാണെങ്കിൽ മണിമണി പോലെ എല്ലാം പുറത്തു വരുമെന്നാണ് സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരിക്കുന്നത്. സ്വപ്ന സുരേഷിന് അറിയാം ഈ EDയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ ഏത് തലം വരെ പോകുമെന്നുള്ളത്. അത് അവർക്ക് അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഏജൻസികളുടെയൊക്കെ ഒരു ചോദ്യം ചെയ്യൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്.
അപ്പോൾ സ്വപ്ന സുരേഷ് വ്യക്തമായിട്ട് തന്നെ ആ സമയങ്ങളിൽ, അതായത് സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങളിലും അതിനുശേഷമൊക്കെ അവർ നിരന്തരം നടത്തിയിട്ടുള്ള ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ട്, ഇവർ തെളിവ് സഹിതം എല്ലാ തെളിവും നമ്മുടെ മുൻപിൽ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇത് അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാനുള്ള യാതൊരു വഴികളും അവിടെയില്ല. അങ്ങനെയാണ് ഇവർ ഈ കേസിൽ പെടുന്നത്. അതായത് ശിവശങ്കറിനെ വിശ്വസിച്ച് ഒരു ജീവിതം മോഹിച്ച് ആഗ്രഹിച്ച് വന്ന ഒരു സ്ത്രീയാണ് അവർ. അപ്പോൾ അവരെ പോലും ഇതിൽ പെടുത്തി. ശിവശങ്കറിന് എത്രത്തോളം താല്പര്യം സ്വപ്നയിൽ ഉണ്ടായിരുന്നു എന്നതൊക്കെ വേറെ കാര്യങ്ങളാണ്. എന്തായാലും ശിവശങ്കറിനെ വിശ്വസിച്ചിട്ടാണ് ഇവരുടെ ഈ ഇടപാടിലേക്ക് സ്വപ്ന സുരേഷ് വരുന്നത്. അപ്പോൾ സ്വപ്ന സുരേഷ് പറയുന്ന ഒരു കാര്യം, എന്തായാലും ഇത്തരത്തിൽ ഇഡിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ മോനെയും മോളെയും ഇഞ്ചിഞ്ചായിട്ട് ഇടിച്ചെന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യൽ മതി. ഇടിയൊന്നും അങ്ങനെ ഇടിച്ച് പിടിച്ച് ഇവിടുത്തെ മൂന്നാം മുറയൊന്നും അവിടെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവരുടെ ചോദ്യം ചെയ്യൽ രീതി തന്നെ നമുക്ക് വ്യത്യാസമാണ്. പക്ഷേ ഇടിയൊന്നും ഇല്ലെങ്കിലും എൻ്റെ പിള്ളയെ സത്യം ഛർദ്ദിച്ചു പോകും എന്ന് പറയുന്നതാണ് അവസ്ഥ. അത് മനസ്സിലായതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ 2 കുഞ്ഞുങ്ങളെയും സ്വന്തം കൈക്കുള്ളിൽ ഇങ്ങനെ കരുതി വെച്ചുകൊണ്ട് നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഇടിക്ക് ഇനി ഈ ഒരു കാര്യത്തിൽ സത്യസന്ധമായി അല്ലെങ്കിൽ കൃത്യമായ അതിൻ്റെ ഒരു നിർവഹണം നടത്തണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി സ്വപ്ന സുരേഷ് പറഞ്ഞു വയ്ക്കുകയാണ്. എന്താണത്? അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങണം. ആ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സകല കളികളും മുഖ്യമന്ത്രി നടത്തുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് ഈ നാഴിക നാപ്പതോട്ടം കേന്ദ്രത്തിനെ കുറ്റം പറയും. ഇതിനിടയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എവിടെ പോകും? കേന്ദ്രത്തിലോട്ട് പോവുകയും ചെയ്യും. പൂച്ചെണ്ടും മാലയും തോരണവും ആനയും ചേനയും അമ്പാരിയൊക്കെ കൊടുത്തുകൊണ്ട് ചില കൂടിക്കാഴ്ചയൊക്കെ നടത്തുകയും ചെയ്യും. ഇതൊക്കെ എന്തിനു വേണ്ടിയുള്ളതാണ് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. കൃത്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടി പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വി.ഡി. സതീശൻ ചൂണ്ടിക്കാണിച്ച മറ്റു ചില കാര്യങ്ങളുണ്ട്. ഈ ഒരു സമൻസ് വന്ന കാലഘട്ടത്തിലാണ് പൂരം കലക്കൽ സംഭവിക്കുന്നത്. പൂരം കലക്കൽ ഉൾപ്പെടെയുള്ള കേസുകളും അതിൽ ADGP RSS നേതാക്കളെ കാണാൻ പോയ സംഭവമൊക്കെ ഈ ഒരു സാഹചര്യത്തിലാണ് നടക്കുന്നത് എന്ന് വി.ഡി. സതീശൻ പറയുമ്പോൾ നമുക്ക് വി.ഡി. സതീശനെ കുറ്റം പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ലല്ലോ. അദ്ദേഹം പറയുന്നതിൽ ഒരു ഇതില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അതിനെ തെറ്റ് പറയാൻ സാധിക്കുക? കാലഘട്ടം അതേ കാലഘട്ടമാണ്. അപ്പോൾ ഇനിയും കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനുണ്ട്. ഈ ഇഡിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളിലേക്കും മകനിലേക്കും ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നില്ല എന്നുള്ളതിന് ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ കേന്ദ്ര സംസ്ഥാന ഭരണ നേതൃത്വങ്ങളാണ്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ED വരുന്നുണ്ട്, അന്വേഷണം നടത്തുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ടവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, ചോദ്യം ചെയ്യുന്ന വലിയ വലിയ നേതാക്കളെയൊക്കെ വിളിച്ചു വരുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കേരളത്തിലേക്ക് എത്തുമ്പോൾ മാത്രം EDക്ക് എന്താ കാല് വേച്ചു പോകുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി സാധാരണക്കാരൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ പറയുന്ന ഒരു കാര്യം, ഇതൊക്കെ സമയത്തിനനുസരിച്ച് നടക്കുമെന്നുള്ളതാണ്. ഒരിക്കൽ വീണ വിജയൻ ഈ ചോദ്യം ചെയ്യലിനായിട്ട് ബാംഗ്ലൂരിലെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. ഇവരുടെ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അതും വളരെ രഹസ്യമായിട്ടാണ്. ഇവിടുത്തെ ഓഫീസിൽ ഹാജരാകാൻ സാധിക്കാത്തത് കൊണ്ടാണ്, ഹാജരായിക്കഴിഞ്ഞാൽ അത് വിഷയമാകും എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഹാജരായത് എന്നുള്ള ചില റൂമറുകളും ഒക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും അന്വേഷണം അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും പുറത്തു വരുന്നില്ല എന്നുള്ളതാണ്. ഈ അന്വേഷണമൊക്കെ പാതി വഴിയിൽ നിലച്ച മട്ടിലാണ്. ഇപ്പോൾ പോലും പ്രതിപക്ഷം ഈ ഒരു കാര്യത്തിൽ അതായത് ഒരു പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് അതുപോലും എപ്പോഴാണ് അവഗണിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുന്നതിനെ തുടർന്നാണ്. അതല്ലെങ്കിൽ ഇത്രയും നാളായി എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ലൈഫ് മിഷന്റെ അന്വേഷണമായിക്കോട്ടെ, ലൈഫ് മിഷൻ കേസായിക്കോട്ടെ, സ്വർണ്ണക്കടത്ത് കേസായിക്കോട്ടെ, അങ്ങനെ പൂരം കലക്കലിൻ്റെ ഒന്നും പറയാതിരിക്കുകയാണ് നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ കുടുംബവും പരിവാരങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള സകല കേസുകളെക്കുറിച്ചും നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷത്തിനും വായിൽ നാക്കില്ലേ എന്നുള്ള ചോദ്യം ഉയരും. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഈ ഒരു വിഷയം ഒന്നും ആയുധമാക്കാത്തത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ഒരു വിഷയം ഒക്കെ നടക്കുന്നത് നേരെ തിരിച്ച് കോൺഗ്രസ് ഭരണകാലത്താണെങ്കിൽ CPM ഇവിടെ കത്തിക്കുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമല്ലേ? അപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ ഈ ഒരു വാക്ക് കൂടി നമ്മൾ ചേർത്ത് വായിക്കുകയാണെങ്കിൽ
സ്വപ്ന പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, അതുകൂടി നമുക്ക് പറയാം. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു പഴയ സംഭവം ഓർമ്മ വന്നു. 2018 ഞാനും പഴയ ബോസ് ആയിട്ടുള്ള UAE കോൺസൽ ജനറലും ആയിട്ട് ക്യാപ്റ്റനെ കാണാൻ പോയി. ക്യാപ്റ്റന്റെ ഔദ്യോഗിക വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. അവിടെ വെച്ച് ക്യാപ്റ്റനായ അച്ഛൻ തൻ്റെ മകനെ കോൺസൽ ജനറലിന് പരിചയപ്പെടുത്തുന്നുണ്ട്. മകൻ UAEയിൽ ബാങ്കിലാണ് ജോലി ചെയ്യുന്നതെന്നും അവന് UAEയിൽ ഒരു വലിയ നക്ഷത്ര ഹോട്ടൽ വിലയ്ക്ക് വാങ്ങാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നും അതിനു വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കണമെന്നുമാണ് കോൺസൽ ജനറലിനോട് ക്യാപ്റ്റൻ ആവശ്യപ്പെട്ടത് എന്നാണ്. അങ്ങനെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടി ഇപ്പോൾ സ്വപ്ന സുരേഷ് നടത്തിയിരിക്കുകയാണ്. അച്ഛൻ്റെ പദവി ദുരുപയോഗം ചെയ്ത് മകനും മകളും അമ്മയും ഒക്കെ ചേർന്ന് പണമുണ്ടാക്കുകയാണ്. ഇത്രയും പണം ഉണ്ടാക്കുന്നത് നക്ഷത്ര ഹോട്ടൽ വാങ്ങാനുള്ളതാണല്ലോ. ഇനി അതിന് പ്രത്യേകിച്ച് ഒരാളുടെ റെക്കമെൻഡേഷൻ ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെയാണ് സ്വപ്ന സുരേഷ് ചോദിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, UAE കോൺസൽ ജനറലിനെ കാണാൻ പോകുമ്പോൾ തൻ്റെ മകൻ അവിടെ നക്ഷത്ര ഹോട്ടൽ വാങ്ങാൻ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മക്കൾക്ക് എന്താണ് ഒന്നും നേരെ ചൊവ്വേ പോകാൻ പാടില്ല എന്നുള്ളത് വല്ല നാട്ടു നടപ്പുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. ഈ മുഖ്യമന്ത്രി എന്തിനാണ് മകൾക്ക് വേണ്ടിയിട്ടും മകന് വേണ്ടിയിട്ടും തൻ്റെ പദവി ദുരുപയോഗം ചെയ്യുന്നത്? ഇതിനെതിരെ യാതൊരു തരത്തിലുമുള്ള പ്രതിഷേധവുമില്ല. ഇതിനെ അടിച്ചമർത്തേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ വിഷയങ്ങളെല്ലാം ഉയർന്നു വന്ന ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ വിഷയങ്ങളെല്ലാം തന്നെ ആവിയായിട്ട് പോകുന്നതും. എന്തായാലും EDയുടെ ഇനിയുള്ള കാലത്തുള്ള അന്വേഷണമെങ്കിലും കൃത്യമായ രീതിയിൽ നടക്കുമോ എന്നുള്ളത് സംശയം തന്നെയാണ്. എന്തായാലും നടക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അത്രയും നമുക്ക് ഇതിൽ പറയാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.